ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് ഒരു പ്യുവർ വെജിറ്റേറിയൻ ഡിഷാണ്. ഇത് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടും കഴിക്കാം. പിന്നെ നമുക്ക് ഈവനിങ്ങിലോ അല്ലെങ്കിൽ വേറെ ഏത് അവസരത്തിലും ഇതൊരു സ്നാക്കായിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് സ്നാക്കിനുള്ള സാധനങ്ങൾ മിക്സ് ചെയ്തെടുക്കണം. അതിന് ഞാനിവിടെ ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 മീഡിയം സൈസായിട്ടുള്ള പൊട്ടാറ്റോ ബോയിൽ ചെയ്തെടുത്താണ്. കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. ഇത് പൊട്ടാറ്റോ നല്ലതായിട്ട് പൊട്ടുന്നത് വരെ വേവിച്ചിട്ടെടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക. അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ ചോപ്പ് ചെയ്ത സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ തന്നെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർത്തിട്ടുണ്ട്. ഞാനെല്ലാം 2 ടീസ്പൂൺ വീതമാണ് എടുത്തിരിക്കുന്നത്. 2 പൊട്ടാറ്റോയ്ക്ക് 2 ടീസ്പൂൺ വീതം. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ തന്നെ ചോപ്പ് ചെയ്ത, അതായത് പൊടിയായിട്ട് അരിഞ്ഞ കാബേജ് ചേർത്തു. പിന്നെ എരിവിനുള്ള ഒരു 2-3 പച്ചമുളക് വട്ടത്തിൽ നേരിയതായിട്ട് അരിഞ്ഞത് അത് ഇപ്പോൾ ചേർത്തു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചോപ്പ് ചെയ്ത ജിഞ്ചർ. ഇഞ്ചി വളരെ കുറച്ച് മതി, അല്ലെങ്കിൽ അത് കടിക്കുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നും. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ചേർക്കുക. വെളുത്തുള്ളി വേണമെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ചേർക്കാം. ഇഞ്ചി വളരെ കുറച്ച് മതി. പിന്നെ ഇതിലേക്ക് വളരെ പൊടിയായിട്ട് അരിഞ്ഞ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ചേർത്തു. ഇനി ഇതിലേക്ക് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് കോറിയാണ്ടർ ലീവ്സാണ് ചേർക്കുന്നത്. അത് എൻ്റെ ഫ്രിഡ്ജിലിരുന്ന് ഉണങ്ങിയതാണ് ഞാനിപ്പോൾ എടുത്തുകൊണ്ട് വരുന്നത്. ഫ്രഷ് ഉണ്ടായതെല്ലാം തീർന്നു. ഞാൻ പ്രിസർവ് ചെയ്ത് വെച്ചിരുന്നതാണ് ഫ്രിഡ്ജിൽ. അത് തീർന്നു പോയതുകൊണ്ട് ഞാൻ ഡ്രൈ ആയിട്ട് വെച്ചിരുന്ന കോറിയാണ്ടർ ലീവ്സാണ് ഇപ്പോൾ ചേർത്തത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിപ്പോൾ ചേർത്തത്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡർ ചേർക്കുക. പൗഡർ ആവണ്ട, പിന്നെ കുറച്ച് ക്രഷ് ചെയ്തത് മതി. ഞാൻ ക്രഷ് ചെയ്താണ് ചേർത്തിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ അടുത്ത് പൗഡറാണ് ഉള്ളതെങ്കിൽ അതായാലും മതിയാകും. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചതച്ച ജീരകം ചേർക്കുക. അതും പൗഡറാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാകും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുക. എന്നിട്ട് ടേസ്റ്റിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കുക. ഈ കുഴക്കുന്നതിനൊപ്പം ഈ വെജിറ്റബിൾ നമ്മൾ ആഡ് ചെയ്തത് അതും ഒന്ന് സോഫ്റ്റ് ആകണം. അപ്പോൾ അതുപോലെ നന്നായിട്ട് തിരുമ്മി കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ചേർക്കുക. എന്നിട്ടൊന്നും കൂടി മിക്സ് ചെയ്യുക. അപ്പോൾ ഈ പച്ചക്കറികളൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകും. കണ്ടോ, ഇതുപോലെ ആക്കി വെക്കണം. എന്നിട്ട് ഇതിൽ നിന്ന് ഓരോ ഉരുള ഉണ്ടാക്കി എടുത്തിട്ട് നമ്മൾ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ഷേപ്പ് ചെയ്യുക. ഓവൽ ഷേപ്പോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പോ ഇഷ്ടമുള്ള പോലെ ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമ്മുടെ കൈവെള്ളയിൽ വെച്ച് പരത്തുക. കൈ രണ്ടും ഒരല്പം നനഞ്ഞതാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ പെട്ടെന്ന് വേകാൻ പറ്റിയ വെജിറ്റബിൾസൊക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനതെല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ബാറ്റർ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദപ്പൊടി എടുത്തിട്ട് കുറച്ച് ലൂസായ പാകത്തിൽ വെള്ളവും ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കുക. കുറച്ച് ലൂസായ ബാറ്ററാണ് വേണ്ടത്, തിക്കല്ല. കുറച്ച് എന്ന് വെച്ചാൽ വളരെ ലൂസുമല്ല, എന്നാൽ തിക്കല്ലാത്ത രീതിയിലുള്ള ബാറ്റർ ഉണ്ടാക്കിയെടുക്കുക. നന്നായിട്ട് കട്ടയില്ലാതെ ഉടച്ചെടുക്കണം. പിന്നെ ഇതിനു വേണ്ടി ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത്
വളരെ കുറച്ച് ബ്രെഡ് ക്രംസ് അതൊന്ന് ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞിട്ട് വെക്കും. കുറച്ച് അതിൻ്റെ കവറിങ് കുറച്ച് പൊട്ടിപ്പോകാതിരിക്കാനാണ് ഞാനങ്ങനെ ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾക്ക് ആ കട്ട്ലറ്റ് എല്ലാം ബാറ്ററിൽ മുക്കി മാറ്റി വയ്ക്കണം. അതിന് ശേഷം എല്ലാ കട്ട്ലറ്റും ഈ ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് പ്രസ് ചെയ്ത് വയ്ക്കുക. കണ്ടോ, ഇതുപോലെ വെക്കണം. ഇതിന് ശേഷം നമ്മൾ വീണ്ടും എണ്ണ ചൂടാക്കിയതിന് ശേഷം നല്ല ചൂട് വേണം കേട്ടോ എണ്ണയിൽ. എണ്ണ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കി ഇടുക. എന്നിട്ട് ഇതിലേക്ക് വീണ്ടും ആ ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇടുക. നല്ല ചൂടായ എണ്ണയിലിട്ട് 2 സൈഡും മൊരിയുന്നത് വരെ മറിച്ചും തിരിച്ചും ഇട്ട് മൊരിച്ചെടുക്കുക. ഇത് ബ്രെഡ് ക്രംസ് മുക്കുന്നത് കുറച്ചുകൂടി അതിൻ്റെ കവറിങ്ങിന് കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം എല്ലാം വെജിറ്റബിൾസ് ആയതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു മുട്ട നമ്മൾ പൊട്ടിച്ചിട്ട് കുഴയ്ക്കുകയാണെങ്കിൽ അത് പൊട്ടിയൊന്നും പോവില്ല. പക്ഷേ ഇത് വെജിറ്റേറിയൻസിനും കൂടി ഉദ്ദേശിച്ച് ഞാൻ ചെയ്തതായതുകൊണ്ട് മുട്ട ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ബാറ്റർ കുഴക്കുന്ന സമയത്ത് ഒരു മുട്ടയും കൂടി പൊട്ടിച്ചിട്ടിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നോൺ വെജിറ്റേറിയൻസിന് മുട്ട ചേർത്തും ഇത് ഉണ്ടാക്കി കഴിക്കാം. പിന്നെ വേണമെങ്കിൽ ചെറുതായിട്ട് മിൻസ് ചെയ്ത ചിക്കൻ പീസസോ അല്ലെങ്കിൽ ബീഫിൻ്റെ പീസസോ ഒക്കെ ഇതിനകത്ത് ചേർത്തിട്ട് നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ ആ ചൂടായ എണ്ണ കോരി ഒഴിക്കുകയാണെങ്കിൽ മുകളിലത്തെ ഭാഗം പൊട്ടാതെ നമുക്ക് നന്നായിട്ട് കിട്ടും. എന്നിട്ട് 2 സൈഡും മറിച്ചും തിരിച്ചിട്ട് നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ പൊരിച്ചെടുക്കുക. നല്ല ചൂടിലെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിലല്ലാതെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ആക്കി മാറ്റി വെച്ചിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഇത് പൊട്ടിപ്പോയാൽ വെജിറ്റബിൾസ് ആയതുകൊണ്ട് പെട്ടെന്ന് എല്ലാം പുറത്തേക്ക് വരും. അതുകൊണ്ട് കവറിങ് പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സെറ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് കറക്റ്റ് പാകം. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ഡെലീഷ്യസും ഹെൽത്തിയുമായിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഇത് ചോറിന് കഴിക്കാം. എരിവ് കുറച്ചിടുകയാണെങ്കിൽ നമുക്കിത് സ്നാക്കായിട്ടും കഴിക്കാം. പിന്നെ കൂടുതൽ എരിവ് വേണ്ടവർക്ക് കൂടുതലായിട്ട് പച്ചമുളകും ഉണക്കമുളകും കുരുമുളകൊക്കെ ചേർക്കാവുന്നതാണ്. ഇത് സോസിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു സ്നാക്കാണ്. കട്ട്ലറ്റാണെന്നും വേണമെങ്കിൽ പറയാം. വെജിറ്റേറിയൻ കട്ട്ലറ്റ്, വെജിറ്റബിൾ കട്ട്ലറ്റ് എന്നും പറയാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ എന്നെ അറിയിക്കുക. എൻ്റെ വേറൊരു ചാനലായ വെറൈറ്റി റെസിപ്പീസും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.